ചിയാൻ്റെ വിക്രത്തിൻ്റെ വീരധീര സൂരം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. വനിത സ്ക്രീൻ 4 കണ്ടത്. DTS കണ്ടൻറ്റ് അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുന്നത് മറ്റൊരു കണ്ടൻറ്റിലാണ്. കണ്ടൻറ്റ് ഏതാണെന്ന് അറിയാനായിട്ട്, DCP ഏതാണെന്ന് അറിയാനായിട്ട് എൻ്റെ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഡയറക്റ്റഡ് ബൈ SU കുമാർ, ഡയറക്ടർ ഓഫ് പന്നിയാരും പത്മിനി, അതുപോലെ തന്നെ വിജയ് സേതുപതിയുടെ തന്നെ 3 സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. സേതുപതി എന്നുള്ള സിനിമ, അതുപോലെ തന്നെ വേറെയും ഒരു സിനിമ കൂടി ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ ചിത്ത എന്നുള്ള നമ്മുടെ സിദ്ധാർത്ഥ് അഭിനയിച്ചിട്ടുള്ള സിനിമ ഉണ്ടല്ലോ, അത് കിടിലൻ പടമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഇതുവരെയുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ചിത്തയാണ്. സേതുപതി എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പന്നിയാരം പത്മിനി ഒരു വേറെ വൈബ് പടമാണ്. അപ്പോൾ ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ചിത്ത. അത് കഴിഞ്ഞ് പുള്ളി ചെയ്തിരിക്കുന്നത് ഈ വീരധീര സൂരൻ പാർട്ട് 2 ആണ്. അപ്പോൾ നിങ്ങൾ ഇതെന്താ പാർട്ട് 1 എവിടെയാണ്? പാർട്ട് 1 വരുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഐ ആം വെരി ഹാപ്പി ഫോർ വിക്രം. കാരണം എൻ്റെ ഫേവററ്റ് നടന്മാരിലെ ഒരാളാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള നടന്മാരാണ് വിക്രം, സൂര്യ, കമലഹാസൻ, അങ്ങനെ ധനുഷ്. എനിക്ക് ഇവരൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നല്ല രീതിയിൽ അഭിനയിക്കാനുള്ള കഴിവുള്ള നടന്മാരാണ് ഇവർ. പക്ഷേ ഇവർക്ക് പലപ്പോഴും നല്ല അവസരങ്ങൾ കിട്ടാതെ പോകും, അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്ന ചില സിനിമകൾ ആൾക്കാരധികം കാണാതെ പോകും. കാരണം ഈ ഇപ്പോഴത്തെ പിള്ളേർ 2K പിള്ളേർക്ക് കംപ്ലീറ്റ്ലി മാസ് മസാല മാത്രമേ അപ്പീലായി വരുള്ളൂ. നല്ലൊരു സിനിമ അഭിനയിച്ചാലും അത് പോയി കാണാൻ ഭയങ്കര മടിയാണ്. അതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു തങ്ങളൻ എന്നുള്ള സിനിമ. ഈ സിനിമ കിട്ടിയതിൻ്റെ 1/4 അപ്രീസിയേഷനെങ്കിലും ആ സിനിമക്ക് കിട്ടിയിരുന്നെങ്കിൽ. കുറേ പേര് OTT വന്നു കഴിഞ്ഞിട്ട് അത് ടോപ്പ് ലിസ്റ്റിലൊക്കെ വന്നായിരുന്നു. വേറെ ലെവൽ ആൾക്കാർ അയ്യോ ഒടുക്കത്തപ്പനിയാൻ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് കാര്യമുണ്ടായി? ഇത് പോയി സപ്പോർട്ട് ചെയ്യേണ്ട ഒറ്റൊരുത്തനെ തിയേറ്ററിൽ കണ്ടില്ല. ഞാനത് ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ കണ്ട ഒരു പടമാണ്. എനിക്ക് വേറെ ലെവൽ അഭിനയമായിട്ട് തോന്നിയ ഒരു സിനിമയാണ്. അന്യായ എഡിറ്റിംഗ് ആയിട്ട് തോന്നിയൊരു പടം. അന്യായ എഡിറ്റിങ്ങും അതിരി മേക്കിങ്ങും. രഞ്ജിത്താണ് അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അന്യായ സാധനമായിരുന്നു, അന്യായ പടം. പക്ഷേ ഈ സിനിമയുടെ ഭാഗം പോലും ഓഡിയൻസോ അല്ലെങ്കിൽ അപ്രീസിയേഷനോ ആ പടത്തിന് കിട്ടാതെ പോയി. അപ്പോൾ അതിന് കിട്ടാതെ പോയ അപ്രീസിയേഷൻ ഈ പടത്തിന് കിട്ടിക്കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു സിനിമ ആരാധകനല്ല ആസ്വാദകന് ആ സിനിമയ്ക്കായിരുന്നു കൂടുതൽ അപ്രീസിയേഷൻ കിട്ടേണ്ടതെന്നാണ് എൻ്റെ മനസ്സിൽ ഉള്ള ഒരു സംഭവം. കാരണം ഇതിനകത്ത് ഫോർ ഹിം ദിസ് വാസ് എ കേക്ക് വാക്കാണ് വിക്രമിന് ഈ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തങ്കളൻ പുള്ളി അഭിനയിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് കാണണം. അത് ഒരു സാധാരണ നടനൊന്നും കൊണ്ട് നടക്കില്ല, നടക്കില്ല. അതൊരു സാധനമാണ് തങ്കളനിൽ വിക്രം ചെയ്തു വെച്ചത്. അപ്പോൾ വിക്രം മൈ ബ്രദർ, ഐ ആം സോ ഹാപ്പി ഈ പടത്തിനെങ്കിലും നിങ്ങൾക്ക് ഡ്യൂ ക്രെഡിറ്റ് കിട്ടി എന്നുള്ളത്. നിങ്ങൾക്ക് ഇനി ആരെയും ഞാൻ അഭിനയിക്കുന്ന നടനാന്ന് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ യു ഡു ഇറ്റ്, സ്റ്റിൽ യു പെർഫോം ഗിവിങ് യുവർ മാക്സിമം. അത് എല്ലാവരെയും കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. എൻ്റെ പൊന്നെ, ഇതിനകത്തും എന്ത് രസമായിരുന്നറിയാമോ ഈ മനുഷ്യനെ കണ്ടിരിക്കാൻ. ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കിടിലൻ ഓറുള്ള മനുഷ്യനാണ്. നേരിട്ട് കണ്ടിട്ടുകൊണ്ട് അന്യായ മനുഷ്യനായിരുന്നു. എനിക്ക് ഇദ്ദേഹത്തെ ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ അത്രയും പോസിറ്റിവിറ്റിയാണ്. പുള്ളി അടുത്ത് കൂടെ പോയാൽ തന്നെ മാരക പോസിറ്റിവിറ്റിയാണ്. അത്രയും എനർജി ഉള്ള ഒരു മനുഷ്യനാണ്. ഈ വയസ്സിൽ പുള്ളിക്കിപ്പോൾ 50-something വയസ്സായി. പുള്ളി വന്ന സ്വാഗൊക്കെ ഒന്ന് കാണുമായിരുന്നു. ട്രിവാൻഡ്രത്തായിക്കോട്ടെ, കൊച്ചിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലായിടത്തും വന്ന പുള്ളിയുടെ സ്വാഗ്, ഈ എമ്പുരാൻ്റെ ഹോൾ ആ ഒരു വലിയൊരു സംഭവത്തിൻ്റെ ഇടയിൽ ഈ പടം മുങ്ങിപ്പോയാലെന്ന് വരെ ഞാൻ പേടിച്ചു പോയി. പക്ഷേ സ്റ്റിൽ എ ലോട്ട് ഓഫ് പീപ്പിൾ വാച്ച് ദിസ് മൂവി. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഇന്ന് കണ്ട ഓഡിയൻസും നല്ല രസമായിരുന്നു. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ വലിയ സെറ്റപ്പൊന്നും അല്ലായിരുന്നു. പക്ഷേ എൻ്റെ എതിർവശത്ത് ഇരുന്ന് വെച്ചാൽ, അപ്പുറത്തെ റോയിലിരുന്ന് വെച്ചവർക്ക് നല്ല ഓളമായിരുന്നു. ഞാൻ ഒരു പെർട്ടിക്കുലർ സീനുണ്ട്, ഒരു പാട്ട്, ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ട് വന്നിട്ട് ഫൈറ്റിൻ്റെ ഇടയിൽ വരുന്നത്. അപ്പം ഞാനൊരു കൈയടിച്ചു. ഞാൻ ഈ പടം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് കണ്ടത്. പക്ഷേ ഞാൻ അപ്പോഴും പറയും ഇതൊരു വേറെ ലെവൽ പടം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കൈതി വേറെ ലെവൽ പടമാണ്, അത് വേറെ കാര്യം. നമ്മുടെ മാക്സൊക്കെ പോലത്തെ ഒരു ടൈപ്പ് പടമാണ്. ഒരു രാത്രി നടക്കുന്ന സംഭവമാണ്. പക്ഷേ ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്ന രീതി ആയിക്കോട്ടെ, അത് ടൈറ്റായിട്ട് വെട്ടിച്ചുരുക്കി ഭയങ്കര ക്രിസ്പായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ സിനിമ കാണാൻ പോകുമ്പോൾ ലോജിക്കൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം പോകാൻ. അല്ലാതെ ഈ സിനിമ കണ്ടുമ്പോൾ നിങ്ങൾക്ക് ഇല്ലോജിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും ചിന്തിക്കാനുള്ള സമയം തരില്ല. അതിന് മുന്നേ അവിടെ നമുക്ക് അടുത്ത കൈയടിക്കാനുള്ള സാധനം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇത് ചെയ്യാൻ ഒരു അടിപൊളി മാസ് മസാല ചിത്രം ചെയ്തിരിക്കുകയാണ്.
കുറേ നാൾക്ക് ശേഷമാണ് ഓഡിയൻസായിട്ട് കണക്റ്റായ ഒരു മാസ് മസാല ചിത്രം വിക്രമിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്ന് പോയെങ്കിലും അതിനകത്ത് പുള്ളി ഒരുപാട് ഈ ആക്ടിങ്ങിന് വേണ്ടിയുള്ള പരിപാടി ചെയ്തപ്പോഴേക്കും സിനിമ കയ്യിൽ നിന്ന് പോയ അവസ്ഥയൊക്കെയായിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തങ്കളനും ഇതും കിടിലം പടമായിരുന്നു ഞാൻ ഈ അടുത്ത് വിക്രത്തിൻ്റെ കണ്ടതിൽ. എന്തായാലും ഇറ്റ് വാസ് ലോങ് ഡ്യൂ. കുറേ നാളായി ഈ മനുഷ്യൻ്റെ ഇങ്ങനൊരു പടം കാണാൻ കാത്തിരുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുപോലെയുള്ള പടങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന് ഇതുപോലെയുള്ള പടങ്ങൾ മാത്രം ഹിറ്റായിട്ട് കാര്യമില്ല. ചെയ്യാനെന്നുള്ള ഒരു അതിഗംഭീര നടൻ്റെ പെർഫോമൻസ് കാണണമെങ്കിൽ ഒരു ബാലൻസ്ഡ് സിനിമ വരണം. എൻ്റെ അഭിപ്രായത്തിൽ തങ്കളം കിടിലം പടമായിരുന്നു. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്സ് ഡ്യൂ ക്രെഡിറ്റ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ റിയ ഷിബു തമീൻ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൊഡ്യൂസറിൻ്റെ മകളാണ്. നമ്മുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സിനിമ കണ്ടിട്ടില്ല, അതിനകത്തുള്ള ഹാരൂണിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഇവർ സിസ്റ്റർ ബ്രദേഴ്സ് ആണെന്നുകൊണ്ട് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയാണ്. ഫാദർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുകൊണ്ട് റിയ ആണെങ്കിൽ ഓൾറെഡി ഒരു ഇൻഫ്ലുവൻസറും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫൺ വീഡിയോസൊക്കെ ഇടാറുണ്ട്. താങ്ക് യു ഫോർ പ്രൊഡ്യൂസിങ് ദിസ് മൂവി. കാരണം വിക്രത്തിന് ഇങ്ങനൊരു സിനിമ ഒരു സംഭവം വന്നപ്പോഴേക്കും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തില്ലാതെ ഇങ്ങനെ ഒരു പടമായിട്ട് ഇത് വരില്ല. അതും എല്ലാവരും ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ആദ്യം തന്നെ സെക്കൻഡ് പാർട്ട് ഇറക്കിയിട്ട് പിന്നീട് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അതിനെ കുറച്ച് ഗട്ട്സൊക്കെ വേണം. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എത്രയും വേഗം വരുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തേർഡ് പാർട്ട് കൂടി ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ എന്തോ രീതിയിലേക്കാണിത് എനിക്ക് അങ്ങനെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് പാർട്ട് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കെന്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന് എവിടെയൊക്കെയോ ഒരു പേട്ട ടച്ച് ഉണ്ട്. എവിടെയൊക്കെയോ ഒരു ഐ തിങ്ക് ഐ ആം നോട്ട് വെരി ഷുവർ ഐദർ ഈ ഡയറക്ടർ ഞാൻ വെറുതെ ഒരു ഊഹം ഞാൻ പറയാണ്, ഒന്നെങ്കിൽ ഈ ഡയറക്ടർ കാർത്തിക് സുബ്ബരാജിൻ്റെയോ അല്ലെങ്കിൽ വെട്രിമാരൻ്റെയോ ഒരു ഫാനാണ്. അത് ഇവിടെ എവിടെയോ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അവിടെ ഇവിടെയൊക്കെ തൊട്ട് തലോടി പോകുന്ന പരിപാടിയുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ഡയറക്ടറിന് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ പിടിക്കുകയാണെങ്കിൽ അയാളുടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അയാൾക്ക് ഹുമാജ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതുപോലെ അവിടെ ഇവിടെയൊക്കെ എനിക്കിങ്ങനെ ഫീലായി. അത് നല്ല കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ ടേക്കിംഗ് ഇൻസ്പിറേഷൻ ഫ്രം എ പേഴ്സൺ യു ലവ് ഓർ ലൈക്ക് ഓർ ഐഡിയലൈസ് ആളുടെ വർക്ക് പോലെ ചില കാര്യങ്ങൾ ഷോട്ട് എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. കുറേ പേര് ചെയ്യാറുണ്ട് അത്. കിഷ്കിൻ്റെ കണ്ടപ്പോൾ ഞാൻ മ്യൂസിക് പറഞ്ഞില്ലേ, ഏകദേശം ഇൻഡർസ്റ്റെല്ലർ വൈബ് ഉണ്ടായിരുന്നു. ഹാൻസ് സിമ്മറിൻ്റെ ഫാനായിരിക്കും മ്യൂസിക് ഡയറക്ടർ എന്നുള്ള അതേപോലെ. അപ്പോൾ ഈ സിനിമ എന്നെ സംബന്ധിച്ചിട്ട് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഞാൻ പറയും. എനിക്ക് ഇതൊരു തിയേറ്റർ വാച്ചായിട്ട് തോന്നിയാണ്. നല്ല ടൈറ്റ് പാക്ഡ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഫീൽ ആവുന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കീപ് ദ ലോജിക് അറ്റ് ഹോം. ലോജിക്ക് വീട്ടിൽ വെച്ചിട്ട് പോകാതെ ഒരു കാര്യമില്ല. പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് ഫീൽ ആവാറില്ല. മലയാളികൾ ചെയ്യുന്നൊരു തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ചിലവർ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് തമിഴ് സിനിമ ഇറങ്ങിയാലോ തെലുങ്ക് സിനിമ ഇറങ്ങിയാലോ കന്നഡ സിനിമ ഇറങ്ങിയാൽ അവർക്കെല്ലാവർക്കും ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കും. ഇത് തമിഴ് സിനിമയല്ലേ, ഇത് കന്നഡ സിനിമയല്ലേ, ഇത് മലയാള സിനിമ മറ്റേ തെലുങ്ക് സിനിമയല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ലോജിക്ക് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് കാണില്ല. അതേസമയം മലയാളത്തിലൊരു സിനിമ വന്നാൽ ലോജിക്ക് പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു സംഭവം ചെയ്ത് കാണാറുണ്ട്. ഞാൻ പറയുന്നത് ചില ആളുകളുടെ കേസ് മാത്രമാണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വൈ ഡു വി വാച്ച് സിനിമ എന്തിനാണ് കാണുന്നത്? എൻജോയ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ട്. അപ്പോൾ ആ എൻജോയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലെന്ത് കഥയാണെന്നോ അതിലെന്ത് ലോജിക്കാണെന്നോ അതിലൊന്നും പ്രസക്തി ഇല്ല എന്നാണ് എൻ്റെ ഒരു ഭാഗം. ചില ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ ചിലവന്മാർ മറ്റേ ഈ ഇൻ്റർനാഷണൽ പടമൊക്കെ വന്ന് കണ്ടിട്ട് ഭയങ്കര ഡയലോഗാണ്. അതിന് കഥയില്ല, ഇതില്ല, തേങ്ങ മാങ്ങുന്നൊക്കെ. ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ പടത്തിൽ എന്ത് കഥയാണുള്ളത്? എന്ത് കഥ ഉണ്ടാവുള്ളൂ? വളരെ ചുരുക്കം ഡയറക്ടേഴ്സ് മാത്രമേ ഉള്ളൂ വേറെ ലെവലിൽ കഥ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിലും ഇപ്പോൾ ഒരു ബോണ്ട് പടത്തിൽ എന്താ പ്രത്യേകിച്ച് കാര്യമായിട്ട് കഥ ഉണ്ടാവണം? കാസിനോ റോയൽ അത് കിടിലൻ കഥയായിരുന്നു. അതല്ലാതെയുള്ള ബോണ്ട് പടത്തിൽ ഏകദേശം സിമിലർ പാറ്റേണുള്ള പല കാര്യങ്ങളും പോകുന്നത്. അതുപോലെ മിക്ക സിനിമകൾക്കും ഭയങ്കര സെയിം പാറ്റേൺ. ഒരു മോൺസ്റ്റർ വേഴ്സ് സിനിമയിൽ എന്തുകൊണ്ടാണ് ഒരു മോൺസ്റ്റർ വരും, അത് ആദ്യം ഇടിയൊക്കെ കൊണ്ട് പരന്നും, പിന്നെ ഏതെങ്കിലും ഒരു സിറ്റി തകർക്കും, പിന്നെ രണ്ട് മോൺസ്റ്റർ തമ്മിൽ ഇടിയുണ്ടാവും, അതിൽ ഏതെങ്കിലും ഒരാൾ ജയിക്കും. ഇതൊക്കെ തന്നെയല്ലേ. ഒരു വില്ലൻ മോൺസ്റ്റർ വരും, അവ രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒന്നിച്ച് ചേരും, ആ വില്ലനെതിരെ ഫൈറ്റ് ചെയ്യും, വില്ലൻ മോൺസ്റ്ററിനോട് ഫൈറ്റ് ചെയ്യും. ഇതൊക്കെ തന്നെയല്ലേ ഏതൊരു സിനിമ ഇൻ്റർനാഷണൽ ലെവലിൽ എടുത്താൽ. അവർക്ക് കൂടുതൽ ബഡ്ജറ്റ് ഉണ്ട്, അവർക്ക് കൂടുതൽ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും മറ്റേ മറിച്ചൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുന്നു.
ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്, ഹോളിവുഡ് പോലെ ആയില്ല. എൻ്റെ ഹോളിവുഡ് പോലെ എന്തെങ്കിലും പടം എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും അയ്യോ ഇത് മലയാളം പോലെ ആയില്ല. ഇങ്ങനത്തെ ഇരട്ടത്താപ്പാണ് കുറേ മാർക്കുള്ളത്. ഹോളിവുഡ് ലെവലിൽ ഒരാളൊരു പടം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയ്യോ ഇത് മലയാളം പടമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതൊരു നെഗറ്റീവാണ്. പിന്നെ എന്ത് ചെയ്യണം? ഇപ്പോൾ ഗോഡ്സില പോലെ ഒരു പടം നമ്മുടെ ഇവിടെ കേരളത്തിൽ എടുക്കുമ്പോൾ ഗോഡ്സില മുണ്ട് എടുത്തുകൊണ്ട് വരണോ? എനിക്കറിയാൻ പാടില്ലാണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ദ മലയാളം ഓഡിയൻസ്. ചില സമയത്ത് ചില ആളുകൾ, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞാൽ, ചില ആളുകൾക്ക് മറ്റേ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള സ്വഭാവമാണ് ചിലവന്മാർ കാണിക്കുന്നത്. എനിവേസ്, ഈ സിനിമ കമ്മിങ് ബാക്ക് ടു ദിസ് മൂവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സുരാജ് ഏട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തുഷാര വിജയൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഒരു ഓഡ് കാസ്റ്റിംഗ് ആവുന്നതാണ്, പക്ഷേ ഓഡ് കാസ്റ്റിംഗ് ആയില്ല. അതേ രസം, രണ്ടുപേരും നല്ല രസമുണ്ടായിരുന്നു. ഈ മനുഷ്യന് ഇത്രയും പ്രായമുണ്ടെങ്കിലും തുഷാര വിജയൻ എനിക്ക് മേ ബി ഇങ്ങനെയുടെ 1/4 ഓഫ് ദി ഏജ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു ഇവർ ആസ് എ കപ്പിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ട് കുട്ടിയുടെ അമ്മയായിട്ടാണ് തുഷാര അഭിനയിച്ചത്. തുഷാരക്ക് അതിൻ്റെ ഒരു പ്രായമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് രണ്ടുപേരും ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഭയങ്കര അവർ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. രണ്ടുപേരും ഓഡ് കാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സിനിമയെ പറ്റി. പിന്നെ നമ്മുടെ ആസ് ഓൾവേസ് ഒരു പ്രത്യേകതരം റോൾ ചെയ്യുന്ന നമ്മുടെ എസ് ജെ സൂര്യ ഇതിനകത്ത് അങ്ങനത്തെ റോളല്ല. ഇതിൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരുന്നു. പുള്ളിയുടെ യൂഷ്വൽ പരിപാടിയല്ല പുള്ളി ചെയ്തേക്കണം. ആ സൈക്കോയിഷ് പരിപാടിയില്ല, അതില്ല. ഇതിനകത്ത് പുള്ളി ബാലൻസ് ചെയ്തുകൊണ്ട് കുറേ നാൾക്ക് ശേഷം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എസ് ജെ സൂര്യ കൂടെ ഇതിനകത്ത് കാണാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ വർക്ക് ആയിക്കോട്ടെ, സൗണ്ട് ഡിസൈൻ കൂടെ എല്ലാം സൂപ്പറായിരുന്നതേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ലൊരു വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ വീണ്ടും പറഞ്ഞു വേറെ ലെവൽ പടം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് മൂവി. നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പോപ്കോൺ പടമായിരുന്നു. ബാക്ക്ഡ് ബൈ വിക്രംസ് കിടിലം പെർഫോമൻസ് ആൻഡ് നല്ലൊരു സ്ക്രീൻ പ്ലേയും കൂടി എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തു. ഈവൻ ഒരു ഉത്സവപ്പറമ്പിലേക്ക് മച്ചാൻ ഒരു തോർത്തും കടിച്ചു പിടിച്ചുകൊണ്ട് വരുന്ന സീനുണ്ട്. അത് വിക്രം അഭിനയിച്ച് വെച്ചിരിക്കുന്നതും ആ ക്യാമറമാൻ എനിക്കൊന്ന് കുറേ ഷോട്ടുകളൊക്കെ കണ്ടിന്യൂസ് ഷോട്ടുകൾ പോലെ ഫീൽ ചെയ്യണ്ടായിരുന്നു. പിന്നെ വേറൊരു സീനുണ്ട്, വേഷ്ടി എന്ന് പറയും തമിഴ്നാട്ടിൽ. കല്യാണം കഴിക്കാൻ പോകുന്ന ആളിടുന്ന ഡ്രസ്സ് ബേസിക്കലി അങ്ങനെയാണ് പറയാറ്. കല്യാണം കഴിക്കുന്ന വേഷ്ടി കൂടുതലും ഇടുന്നത്. അതായത് വൈറ്റ് സിൽക്ക് ഷർട്ട് പോലത്തെ ഷർട്ടും സിൽക്ക് മുണ്ടൊക്കെ എടുത്തിട്ട് ഒരു പോലീസ് സ്റ്റേഷനല്ല, ഒരാളുടെ വീട്ടിലേക്ക് വരുന്ന സീനുണ്ട്. എൻ്റെ മോനെ, അതിൻ്റെ വാൾപേപ്പർ ഉണ്ടാകുന്ന ശേഷം മനപ്പൂർവ്വം ഇടാൻ അത് നിങ്ങൾ കാണണ്ട. നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ചാൽ മതി എന്ന് വെച്ചിട്ട് ഞാൻ കാണിക്കാനാണ്. ഒരു സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു വരവണ്ടി. എൻ്റെ മോനെ, അത് കട്ട മാസ് സീനായിരുന്നു. അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വേറൊരു സീനും കൂടിയുണ്ട്. അത് ഡ്രസ്സില്ലാതെയാണ് വരുന്നത്. അത്ര ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു ബോക്സർ ഇട്ടിട്ട് വരുന്ന വരവുണ്ട്. എൻ്റെ അത് രണ്ടും ഈ സിനിമയൊക്കെ OTT വന്നു കഴിയുമ്പോഴല്ലേ ഇത് രണ്ട് സീനെടുത്ത് നിങ്ങൾ സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കണം. ഇത് രസമായിരുന്നറിയാമോ? അത് എൻ്റെ പൊന്നു കിടിലനായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡയറക്ടറിൻ്റെ ഒരു വിഷനും ആക്ടറും കൂടി അങ്ങോട്ട് എന്താ പറയുക സിങ്കായിട്ട് ഒരു പെട സീനൊക്കെ പറയൂല, അങ്ങനത്തെ സാധനമായിരുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിനെ ബാധിച്ചാലെന്ന് വെച്ചാൽ വേറെ ഒന്നും പറയുന്നില്ല. എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു നോക്കും മക്കളെ, കിടിലാണ്. എന്തായാലും ഐ ആം ഹാപ്പി. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ 2 സിനിമകളും എമ്പുരാനായിക്കോട്ടെ ഇതും ആയിക്കോട്ടെ എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. എമ്പുരാൻ്റെ കേസ് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഈ വീഡിയോയിലൂടെ കൂടെ ഞാൻ എടുത്ത് പറയുന്നതാണ്. എനിക്ക് എമ്പുരാൻ്റെ കഥയോ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇടിയോ അതൊന്നും അല്ല എനിക്ക് ഇഷ്ടമായത്. എനിക്ക് അതൊന്നും സത്യം പറഞ്ഞാൽ വർക്കായില്ല. ഈവൻ ലെങ്തി ആയിട്ട് പടം തോന്നി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ലാഗ് അടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് ചിന്തിക്കാനുള്ള അവസരം എനിക്ക് പിന്നീട് തന്നില്ല. കാരണം ത്രൂ ഔട്ട് ദ മൂവി ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു അതിഗംഭീര സൗണ്ട് ആൻഡ് വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറവുകളൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ആ സിനിമയെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. എനിക്ക് അത്രയും ഗംഭീരമായ ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ് എമ്പുരാൻ തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മനസ്സിലായില്ലേ? ഞാൻ കള്ളം പറയുന്നതിന് തുല്യമായിരിക്കും ഞാൻ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ. കാരണം എന്നെ സംബന്ധിച്ച് അതിൽ ഒരു നെഗറ്റീവ് എൻ്റെ കണ്ണിലോ കാതിലോ പെട്ടില്ല. കാരണം അതിനുള്ള സമയം എനിക്ക് പൃഥ്വിരാജ് തന്നില്ല. എനിക്ക് ഫുൾ ത്രൂ ഔട്ട് ഞാൻ മറ്റേ ഒരു കുഞ്ഞു കുട്ടി ഒരു അത്ഭുതമായ ഒരു തിയേറ്ററിൻ്റെ അകത്ത് പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു. എനിക്ക് വരുന്ന സ്ക്രീൻ മുകളിൽ ഇരുന്നിട്ട് ഞാൻ ഫ്യൂറിയോസൊക്കെയാണ് ഇതുപോലെ ഇരുന്നേക്കണം. അതുകൂടാണ്ട് മലേഷ്യയിൽ ഏലിയൻ റോമിൽസ് കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ ഇരുന്നു. അത് മറ്റേ ഒരു കുഞ്ഞു കുട്ടികൾക്ക് കൊണ്ട് ഒരു സാധനം
ഭയങ്കര അത്ഭുതമായ ഒരു സാധനം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കില്ല. ആ അവസ്ഥയിൽ ഞാൻ എമ്പുരാൻ കണ്ടത്. ഞാൻ സ്ക്രീനിൽ സിനിമ കാണുന്നതിൻ്റെ കൂടുതൽ മറ്റേ ഈ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്, ഇതെവിടെ നിന്ന് വരുന്നത്, എന്താണ് ഈ കേൾക്കുന്നത്, ആ സീനായിരുന്നു. ഈവൻ വനിതയിൽ ഞാൻ ഇന്ന് ലിൻഡോ ചേട്ടനെ കണ്ടപ്പോൾ ലിൻഡോ ചേട്ടൻ എന്നോട് കാര്യം പറഞ്ഞിരുന്നു. ഏതൊരു ടീം അവിടെ പടം കാണാൻ വന്നിട്ട് അവർ പറഞ്ഞു, ചേട്ടാ കുറച്ച് സൗണ്ട് കുറയ്ക്കാമോ, നെഞ്ചൊക്കെ പെടപെടക്കണമെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതങ്ങോട്ട് യൂഷ്വലി 3 എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഇന്നലെ ഈ സിനിമയ്ക്ക് 1 ഈ ലെവലായിരുന്നു. അതുകൊണ്ട് ഞാൻ 3 ഇതേ നാളെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയായിട്ട് ഞാൻ 3 പോയി കാണുന്നത്. ഞാൻ ഈ സിനിമ ഉണ്ടല്ലോ വൈകുന്നേരം 5 തവണ പോയി കണ്ടാലും എനിക്ക് ഐമാക്സിൽ കാണാൻ പൈസ ആവില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. മനസ്സിലായില്ലേ? 5×200 1000 രൂപ. 1000 രൂപയ്ക്ക് ഒരു ഐമാക്സ് ടിക്കറ്റ് എടുക്കുന്ന പൈസയ്ക്കാണ് ഞാനിപ്പോൾ 5 തവണ വേണമെങ്കിൽ പല തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ദിവസമാണ്. എന്തായാലും പറ്റിയാൽ ഞാൻ ഏരീസിലും അല്ലെങ്കിൽ രേവതിയിലും അല്ലെങ്കിൽ രാഗത്തിൽ പോയി എനിക്ക് കാണുന്നു ആഗ്രഹമുണ്ട്. പറ്റിയാൽ ഞാൻ തീർച്ചയായിട്ടും പോവും. ഇഫ് എവറിത്തിങ് അലൈൻസ് ഞാൻ പോയി കണ്ടു നോക്കും. എന്തായാലും 2 സിനിമകളും ഇതും എമ്പുരാനും എനിക്കിഷ്ടപ്പെട്ടു. ബാക്കിയുള്ള കാര്യമൊന്നും എനിക്ക് അറിയേണ്ട, വേറെ ആരുടെ ഒപ്പീനിയൻ പോലും ഇറ്റ് ഡസൻറ്റ് ഈവൻ മാറ്റർ ടു മീ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, ഐ ആം ഹാപ്പി. ഞാൻ കൊടുത്ത പൈസയ്ക്ക് എനിക്ക് മൂല്യം കിട്ടി. ദാറ്റ് ഈസ് ഓൾ വാട്ട് മാറ്റേഴ്സ് ടു മീ. നിങ്ങൾ പോയി കാണാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ദാറ്റ് ഈസ് നൺ ഓഫ് മൈ കൺസേൺ. അത് ഞാൻ വളരെ ഓണസ്റ്റായിട്ട് തുറന്നു പറയാം. മിക്ക ആൾക്കാർക്കും അത് പറയാൻ മടിയായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് എന്ത് ചിന്തിക്കും, വ്യൂവേഴ്സ് എന്ത് ചിന്തിക്കും. എനിക്കങ്ങനെ ഒരു ചിന്തയില്ല. ഞാൻ പണ്ടും അന്നും എന്നും ഇന്നും ഇത്ര ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, വേണമെങ്കിൽ കണ്ടാൽ മതി. ഒരു നിർബന്ധമില്ല എൻ്റെ വീഡിയോസ് കാണണമെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല. വേണമെങ്കിൽ ചെയ്താൽ മതിയുടെ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ വന്നിവിടെ പറയുന്നു. അതെടുക്കണോ വേണ്ടയോ, വിലക്കെടുക്കണോ വേണ്ടയോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പോണോ വേണ്ടയോ, ഞാൻ പറയുന്ന തിയേറ്ററിൽ കാണണോ വേണ്ടയോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാനിതുപോലെ ഞാൻ വീണ്ടും വീഡിയോസ് ഇടും. വേണമെങ്കിൽ കണ്ടാൽ മതിയേ. എൻ്റെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണ്. അല്ലാതെ ഞാൻ ഇവിടെ ആർക്കും സർവീസ് ഒന്നും തുറന്നു വെച്ചിട്ടില്ല. ഓക്കെ സാർ, യെസ് സാർ, ഓക്കെ സാർ എന്നും പറഞ്ഞുകൊണ്ട് സർവീസ് തരാൻ വേണ്ടി വന്നിരിക്കണമല്ല ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ മോശമായിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്താൽ എന്നെ തെറി കുറച്ചാൽ തിരിച്ച് നല്ലത് ഞാൻ പറയും. അല്ലാണ്ട് ഞാൻ ക്രിയേറ്ററാണ് അതുകൊണ്ട് ഞാൻ കുനിഞ്ഞ് നിന്നിട്ട് ഓക്കെ സാർ, യെസ് സാർ എന്നൊക്കെ പറയുന്നത്. ഈ പരിപാടി ജോലി പോലും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ജോലികൾ ചെയ്യണത് വരെ നിർത്തിയത്. ഞാൻ ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കില്ല. ഒരൊറ്റൊരുത്തൻ്റെ അടുത്ത് യെസ് സാർ, നോ സാർ എന്നുള്ള പരിപാടി എനിക്ക് താല്പര്യമില്ല. എനിക്ക് ബഹുമാനമുള്ളവരെ ഞാൻ ചേർന്ന് വിളിക്കുള്ളൂ, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചവരെ. അതും അവരോട് എനിക്ക് ബഹുമാനം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുള്ളൂ. അല്ലാതെ ഞാൻ ഒരുത്തനെയും അങ്ങനെ മതിപ്പിക്കുന്ന ഒരാളല്ല. എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയണത്, കുറേ ഒന്ന് കമൻറ്റ് ചെയ്യണമൊക്കെ, നിങ്ങളൊരു ക്രിയേറ്റർ അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാമോ? എനിക്കതൊന്നും ഒരു വിഷയമല്ല. പറയേണ്ടത് മുഖത്തൊക്കെ ഞാൻ പറയാം. ആരുടെയും അവിടെ മറ്റേ കോഡ് ഓഫ് കണ്ടക്റ്റിന് തേങ്ങയൊന്നും ഉണ്ടാവില്ല. നല്ല പച്ചക്ക് ഞാൻ പറയും. എനിക്ക് അല്ലാണ്ട് മറ്റേ വിനയത്തോടെ കുനിഞ്ഞെന്ന് മറ്റേ ഓക്കെ സാർ നിങ്ങൾ പറയുന്ന എല്ലാം ഞങ്ങളുടെ ഏറ്റോളാന്ന് എനിക്ക് സൗകര്യമില്ല ഒന്നും ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ല, വീണ്ടും പറയണം, വേണമെങ്കിൽ വീഡിയോ കണ്ടാൽ മതി, പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോ, അത്രേ ഉള്ളൂ. എനിക്ക് ഒരു നിർബന്ധമില്ല എല്ലാവരും വീഡിയോ കാണണമെന്നുള്ളത്. അത് എൻ്റെ ഒരു ഓണസ്റ്റിയുടെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്. മിക്കവരും അത് പറയൂല, ഞാനത് പറയാൻ തയ്യാറാണ്. ഞാൻ അത്രത്തോളം നിങ്ങളുടെ അടുത്ത് ഓണസ്റ്റായിട്ട് പറയുകയാണ്. എനിക്ക് ഒരു വിഷയമല്ല വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും. നിങ്ങൾ മനസ്സിലായില്ലേ? ഞാനിത് നിർത്താനും ഉള്ള ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് നിർത്തിപ്പോടാന്ന് പറയുമ്പോൾ ഓതമ്പറ ഞാൻ നിർത്തിക്കോളാന്ന് പറഞ്ഞ് നിർത്താൻ പോണില്ല. ആര് പറഞ്ഞാലും നിർത്താൻ പോണില്ല. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ഒരു ലൈൻ. എനിക്ക് ഇഷ്ടമുള്ളിടത്ത കാലത്ത് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം തോന്നണം ഇതൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നി ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ആദ്യം തുടങ്ങിയത് ഫുഡിൽ നിന്നാണ്. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം തോന്നി ഇതുകൊണ്ട് ഫുഡ് ചെയ്യേണ്ടെന്നുള്ളത്. ഞാൻ ഫുഡ് ചെയ്യുന്നത് നിർത്തി, ലിമിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഇടയിൽ വെച്ച് തോന്നി ചില കാര്യങ്ങൾ കഴിക്കാൻ പോകണം കാണിക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. ഞാൻ ചിലപ്പോൾ ഇടൂല. ഞാനിവിടെ ആരും നിർബന്ധിക്കുന്നില്ല ഞാൻ ഇടുന്ന സാധനങ്ങൾ കാണാനോ പിടിക്കാനോ ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഒറ്റൊരു ഉദ്ദേശമുള്ളൂ, ഞാനിപ്പോൾ എന്തെങ്കിലും സാധനം ഇടുമ്പോഴേക്കും അത് വ്യക്തമായിട്ട് വൃത്തിക്ക് ഓണസ്റ്റായിട്ട് പറയണമെന്നുള്ളത്. എനിക്കിപ്പം ആളുകൾപ്പുറം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ വന്നു തുറന്നങ്ങ് പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമായതുകൊണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാമായിരുന്നു. എനിക്ക് സൗകര്യമില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആരെയും ബോധിപ്പിക്കാനും താല്പര്യമില്ല. എനിക്ക് എന്ത് തോന്നി എന്നുള്ളത് ഞാനിവിടെ ഒന്ന് പറയുള്ളൂ. അതുകൂടെ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇത് പലപ്പോഴും പറയാറുണ്ട്, വീണ്ടും കുറേ കുണയന്മാർ വീണ്ടും ഇത് കുണച്ചുകൊണ്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഞാൻ വന്നത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംഭവമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഭാഗം കോട്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കരുതേ. ഇതാണ് നിന്നെയാണ് ഉദ്ദേശിച്ച് ഈ പറഞ്ഞത്, ഇതങ്ങോട്ട് കണ്ടു നോക്കിക്കോ.
നിനക്ക് പറ്റുമെങ്കിൽ നീ വീഡിയോ കണ്ടാൽ മതി എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ഇപ്പോൾ കോട്ട് ചെയ്യണം. കാരണം പണ്ട് ഇത് ഏതൊക്കെ വീഡിയോ പറയുന്നത് ഞാൻ തന്നെ മറന്നു. അത്രയും വീഡിയോസ് ഞാൻ ഇപ്പോൾ ചെയ്തേക്കണം. അതൊന്നും തപ്പി പിടിച്ചെടുത്തുകൊണ്ട് ഒന്ന് കോട്ട് ചെയ്യാൻ വയ്യ. ഇതാകുമ്പോൾ ഇപ്പോൾ എനിക്കൊരു ഓർമ്മയിൽ നിൽപ്പുണ്ടല്ലോ. ഓക്കെ, ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ വേറെ ഏതെങ്കിലും ഒരു സിനിമയുടെ അഭിപ്രായം പറയുമ്പോൾ ഇത് തന്നെ ഞാൻ പറയും. എന്നിട്ട് അവിടെ ഞാൻ കോട്ട് ചെയ്യും. പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ പറയും വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. എനിക്ക് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ സൗകര്യമില്ല, ഞാൻ കുറയ്ക്കില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് സ്കിപ്പ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഫോർവേഡ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് ചെയ്തോ. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത്ത് കുറപ്പിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞാലും ഞാൻ കുറക്കൂല. എനിക്ക് പറയാനുള്ള ഞാൻ മൊത്തം പറഞ്ഞ് നിർത്തിട്ടേ പോവുള്ളൂ. വേണമെങ്കിൽ കണ്ടാൽ മതി, മനസ്സിലായില്ലേ? അത് അഹങ്കാരത്തിൻ്റെ പുറത്ത് പറയണമല്ല, ഇത് എൻ്റെ ഓണസ്റ്റിയുടെ ഭാഗമായിട്ട് ഞാൻ പറയണതാണ്. എനിക്ക് ഒരു അഹങ്കാരത്തിൻ്റെ ബേസിസിലല്ല ഞാനത് പറയണത്. ഞാൻ വീണ്ടും പറയാണ്, ദിസ് ഈസ് നോട്ട് മൈ സോഴ്സ് ഓഫ് ഇൻകം. ഐ ഡോണ്ട് ഓ എനിബഡി എനിത്തിങ്. ഐ ഡൂ ദിസ് ഫോർ ഫൺ. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും ബോധിപ്പിക്കാനോ ആരെയും ഇമ്പ്രസ് ചെയ്യാനോ ഒരു താല്പര്യമില്ല. അപ്പോൾ ശരി, ടാറ്റ. നാളെ വേറെ വീഡിയോ കാണാം.